പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി നമ്മുടെ ആലുവ പൊന്തിഫിക്കൽ സെമിനറി, സെയിൻറ്റ് ജോസഫ് സെമിനറി മംഗലപ്പുഴ, അവിടെ കയറി. ഇപ്പോൾ ചാപ്പലാണ്, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ചാപ്പലാണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ കൂടെ സൈജു ഉണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സൈജു ഉണ്ടായിരുന്നു. കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ എത്രയോ വൈദികർ അല്ലേ, നമുക്ക് മേരിമാത സെമിനാരി, കുന്നോത്ത് സെമിനാരിക്ക് പിന്നീട് വന്നാണ് കോട്ടയം, ആദ്യം ആലുവ, പിന്നെ കോട്ടയം സെമിനാരി. അപ്പോൾ കോട്ടയം ആലുവ സെമിനാരിയാണ് നോക്കുമ്പോൾ അതിൽ വലിയൊരു പൗരാണികത്വമുള്ള സെമിനാരിയാണ് ആലുവ മംഗലപ്പുഴ സെമിനാരി. അപ്പോൾ അതിൻ്റെ അവിടെ വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് റോമർക്ക് എഴുതിയ ലേഖനം 1:12. ഇവിടെ വചനം പറയാണ്, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുവല്ലോ. അതായത് ഒരു വ്യക്തിയുടെ വിശ്വാസം വേറൊരു വ്യക്തി, അതായത് അങ്ങനെ വിശ്വാസമുള്ളവരുടെ കൂട്ടായ്മ, അത് വലിയൊരു പ്രോത്സാഹനമാണ്. ഞങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഹോറക് മിനിസ്ട്രിയുടെ അതിൽ ഞങ്ങൾ ഒരു പ്രയർ ടീമുണ്ട്. ഞങ്ങൾ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, 12 പേര് അതിലുണ്ട്. ഞങ്ങൾ പരസ്പരം ജപമാല ചെല്ലുന്നു, കരുണകൊന്ത് ചെല്ലുന്നു. അപ്പോൾ എന്നിട്ട് പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ശരിക്കും ഒരാൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്കൊരു മത്സരം, അത് ആ പദം ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് പറയും, പ്രാർത്ഥനയിൽ മത്സരം. പക്ഷേ നമ്മൾ ഒരു കൂട്ടായ്മ, വിശ്വാസത്തിലുള്ള കൂട്ടായ്മ, അത് അത്ഭുതകരമായ വിധത്തിൽ നമ്മെ വളർത്തും. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, മാസത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്ത് പ്രാർത്ഥനകളെല്ലാം പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ശരിക്കും പ്രിയ സഹോദരങ്ങൾ, വിശ്വാസത്തിലുള്ളവരുടെ ഒരു കൂട്ടായ്മ അത് വലിയ വളർച്ചയ്ക്ക് കാരണമാകും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളുടെ വൈദികർക്ക് വേണ്ടി ഞാനും സൈജുവും ഈ ആലുവ സെമിനാരിയുടെ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ വൈദികർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗം വലിയ സമ്മാനം അവർക്ക് കൊടുക്കും. ഞങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട്, അട്ടപ്പാടിയിലൊക്കെ പോകുമ്പോൾ ഒട്ടായലച്ചൻ വൈദികരുടെ ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വൈദികർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു. കാരണം സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ അഭിഷിക്തർക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുക എന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി നമ്മുടെ വൈദികർക്ക് വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. കാരണം സ്വർഗത്തിനെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് വൈദികർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. വൈദികർക്ക് വേണ്ടി കുരിശിൻ്റെ വഴി ചൊല്ലുക, വൈദികർക്ക് വേണ്ടി ജപമാല ചൊല്ലുക, വൈദികർക്ക് വേണ്ടി കരുണക്കൊന്ത് ചൊല്ലുക. ഈശോയെ, ഒരു വലിയ കൃപ കർത്താവേ ഞങ്ങളിലേക്ക് വൈദികരിലൂടെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഇന്ന് പ്രത്യേകമായിട്ട് വൈദികരുടെ മണ്ണാണ് ഈ സെമിനാരി എന്ന് പറയുന്നത്. എത്ര ആയിരക്കണക്കിന് വൈദികരെ വളർത്തിയിട്ടുള്ള മണ്ണാണ് ഈ ആലുവ സെമിനാരി. കർത്താവേ, ഞങ്ങൾ വൈദികരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഈ ബ്ലെസ്സിങ് സ്വീകരിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.